7. ഫൈബ്രോഡിസ്പ്ലാസിയ ഓസിഫിക്കൻസ് പ്രോഗ്രസീവ എന്ന ജനിതക രോഗം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ശരീരത്തിലെ പേശികളും ടിഷ്യൂകളും ക്രമേണ കല്ലായി മാറുന്ന അവസ്ഥയാണിത്. ഇതൊരു തടയാൻ കഴിയാത്ത മാറ്റമാണ്. ശരീരത്തിന് ചെറിയൊരു പോറലേറ്റാൽ പോലും ആ ഭാഗം കല്ലുപോലെ ഉറച്ചുപോകുന്നു. ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അനങ്ങാൻ പോലും പ്രയാസമായിരിക്കും. 8. ഒന്നിലധികം തലകളുള്ള ജനനം. പോളിസെഫാലി എന്നാണ് ഒന്നിലധികം തലകളോടെ ജനിക്കുന്ന അവസ്ഥയെ വിളിക്കുന്നത്. മൃഗങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും മനുഷ്യരിലും ഇത് സംഭവിക്കാറുണ്ട്. 2 തലയും ഒരു ഉടലുമുള്ള കുട്ടികൾ ഇതിനുദാഹരണമാണ്. ഇവർക്ക് 2 തലച്ചോറുകളും 2 വ്യക്തിത്വങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ശരീരം ഒന്നുമാത്രമായിരിക്കും. 9. മെത്തിമോഗ്ലോബിനീമിയ. ശരീരത്തിന് നീലനിറമുണ്ടാകുകയും രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യുന്നു. കെൻഡക്കിയിലെ ഫ്യൂഗേറ്റ് കുടുംബം ഇതിന് ഉദാഹരണമാണ്. ഇവരുടെ പരമ്പരയിൽപ്പെട്ട പലർക്കും നീല നിറമുള്ള ചർമ്മമുണ്ടായിരുന്നു. ഇതൊരു പാരമ്പര്യമായി ലഭിക്കുന്ന ജനിതക സവിശേഷതയാണ്. ശരിയായ ചികിത്സ ലഭിച്ചാൽ ഇതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും.